ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും ഉയർന്ന ആത്മീയ നേതാവാണ് ദലൈലാമ. ലോകമെമ്പാടുമുള്ള ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്ക് ഇദ്ദേഹം ആത്മീയവും ചിലപ്പോൾ ലൗകികവുമായ നേതൃത്വം നൽകുന്നു. നിലവിലെ ദലൈലാമ 14-ാമത്തെയാളായ ടെൻസിൻ ഗ്യാറ്റ്സോയാണ്. ദലൈലാമ എന്നത് പുനർജന്മമെടുക്കുന്ന ബുദ്ധ സന്യാസിമാരുടെ പരമ്പരയിലെ ഇപ്പോഴത്തെ പുനർജന്മമായാണ് ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾ കണക്കാക്കുന്നത്. ഇദ്ദേഹം 1935 ജൂലൈ 6-നാണ് ജനിച്ചത്. ലാമ തോണ്ടൂപ്പ് എന്നായിരുന്നു ദലൈലാമയുടെ ആദ്യത്തെ പേര്. 24-ാം വയസ്സിൽ സ്വന്തം രാജ്യമായ ടിബറ്റിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഇദ്ദേഹം പിന്നീട് ഇന്ത്യയിൽ അഭയാർത്ഥിയായി കഴിയുകയാണ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ ദലൈലാമയ്ക്ക് അഭയം നൽകി. നിലവിൽ ഹിമാചൽ പ്രദേശിലെ ധരംശാലയാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. ദലൈലാമ ടിബറ്റൻ സംസ്കാരത്തിൻ്റെയും സ്വയംഭരണത്തിൻ്റെയും വക്താവാണ്. ലോക സമാധാനത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം നിരന്തരം പ്രവർത്തിക്കുന്നു. 1989 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ സ്നേഹം, ദയ, സഹിഷ്ണുത എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് അദ്ദേഹം പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് ദലൈലാമ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു.